ശാന്തവും മനോഹരവുമായ വൈകിയ വേളയിൽ ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിനാലൊരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശക്തമേറിയ ആരാധന നാം ദൈവത്തിന് അർപ്പിക്കുകയായിരുന്നു. വളരെ ദൈവസാന്നിധ്യവും വളരെ ദൈവമഹത്വവും ഇറങ്ങിയ ഒരു സന്ദർഭം ആയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം കർത്തൃദാസന്മാരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശാന്തമായി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത വേഗത്തിൽ നമുക്ക് ധ്യാനിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഒരു സന്ദർഭമാണ്. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കഴിയും, പ്രതിസന്ധിയുടെ മുൻപിൽ ഒരു ക്രിസ്തു ഭക്തൻ ദൈവത്തെ, ദൈവിക പ്രമാണത്തെ ത്യജിക്കാതെ തൻ്റെ നാവിൽ നിന്ന് വരുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളാണ്. അതൊരു കോൺഫിഡൻസ് വേർഡ്സാണ്. ധൈര്യം നൽകുന്ന, അല്ലെങ്കിൽ ധൈര്യം സ്വീകരിച്ചുകൊണ്ട് പറയുന്നൊരു പദമാണ്. പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാം ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്, ജാതീയ രാജാവായ നെബൂഖദ്നേസർ ഇസ്രായേലിനെ, യെരൂശലേം ദേവാലയം ഉൾപ്പെടെ തകർത്തുകളെയും യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുന്ന ഉപകരണങ്ങൾ വരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയാണ്. ഇത് പറഞ്ഞാൽ ഒരു പ്രവാസത്തിലേക്ക് വീണ്ടും ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ്. ആ പ്രവാസത്തിനകത്ത് നിൽക്കുന്ന സന്ദർഭത്തിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഉരുവിടുന്ന പദം ഇങ്ങനെയാണ്: പ്രവാസത്തിലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ചിലർ, കഷ്ടതയുടെ നടുവിലും ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ചിലർ, വേദനാജനകമായ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കകത്തും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ചിലർ. ആമേൻ. അങ്ങനെ ജീവിക്കുന്നൊരു തലമുറ, പ്രവാസത്തിനകത്ത് കഷ്ടതയുടെ കയ്പുനീർ കുടിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിനകത്തും രാജകീയമായ നിലവാരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. 1-ാം അധ്യായമൊക്കെ നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന സന്ദർഭം അതാണ്. ദാനിയേൽ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ മുൻപിൽ രാജഭോജനം വച്ചു നീട്ടുമ്പോൾ ഇതെല്ലാം തിരസ്കരിക്കുന്നൊരു തലമുറ. എന്ന് പറഞ്ഞാൽ ലോകകരമായ പലതും തിരസ്കരിച്ചിട്ട് ദൈവിക കൽപ്പനയ്ക്ക് വേണ്ടി, ദൈവിക പ്രമാണത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്നൊരു തലമുറ. ആ തലമുറയിൽപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തോടെടുത്ത വ്യവസ്ഥയുമായി മുന്നോട്ട് പോകുന്ന ഒരു തലമുറ. ആ തലമുറയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ 3 വ്യക്തികൾ. ആ 3 വ്യക്തികളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന വലിയൊരു പ്രതിസന്ധി. ആമേൻ. ആ പ്രതിസന്ധിക്കകത്ത് ഭക്തന്മാർ ധീരതയോടെ പറയുന്ന പദങ്ങൾ, ഇതൊക്കെയാണ് നമുക്കെല്ലാവർക്കും ഈ സന്ദർഭമൊക്കെയും നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആഴത്തിലേക്കൊന്നും കടന്നു പോകാത്തത്. പക്ഷെ പ്രിയരെ, ആ വചനം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് ഈ വചനം കൈമാറുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച, എൻ്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. പ്രിയരെ, വചനം പറയുന്നു, അവർ ആ ദേശത്തിൻ്റെ
അധിപതികളായിരുന്നു. ആ ദേശത്തിൻ്റെ അധിപതികളായിരുന്നു. ആ ദേശത്തിൻ്റെ അധിപതികളായിരിക്കുമ്പോൾ തന്നെ രാജാവിനോട് നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കുറച്ചു വ്യക്തികൾ, കൽദയർ എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, കൽദയർ വന്ന് പറയുകയാണ്, നെബൂഖദ്നേസറെ, രാജാവിന് തത്തുല്യമായ രീതിയിൽ 60 മുഴം ഉയരമുള്ള 6 മുഴം വീതിയുള്ള രാജാവിൻ്റെ ബിംബമുണ്ടാക്കണം. ബിംബത്തിൻ്റെ മുൻപിൽ സകലരും വന്നു വണങ്ങി നമസ്കരിക്കണം. ആ ബിംബത്തെ നമസ്കരിക്കാത്തവരെ ബിംബത്തെ നമസ്കരിക്കാത്തവരെ ഈ ദേശത്ത് വച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കാത്തവർക്കൊരു നിലനിൽപ്പില്ല. ആ രീതിയിലുള്ള കാര്യങ്ങൾ കൽദയർ നെബൂഖദ്നേസറെ ധരിപ്പിക്കുകയാണ്. നെബൂഖദ്നേസർ അത് കേട്ടതും 60 മുഴം ഉയരമുള്ള 6 മുഴം വീതിയുള്ള രാജാവിൻ്റെ ബിംബത്തെ, നെബൂഖദ്നേസറിൻ്റെ ബിംബത്തെ ദേശത്ത് നാട്ടുന്നു. അതിനെ നമസ്കരിക്കണമെന്ന് ഒരു വിളംബരം കൊടുക്കുന്നു. ആ വിളംബരം കൊടുക്കുന്ന സമയത്ത് ആ ദേശത്തിൻ്റെ അകത്തളത്തിലുള്ള വ്യക്തികൾ ഓടി വന്ന് പറയുകയാണ്, രാജാവേ, സകലരും നിന്റെ ബിംബത്തിൻ്റെ മുൻപിൽ നമസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഈ ദേശത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നെബൂഖദ്നേസറിൻ്റെ റോയൽ വിങ്ങിൽപ്പെട്ട അല്ലെങ്കിൽ റോയൽ ഒഫീഷ്യൽസായ രാജകീയ ഉദ്യോഗസ്ഥന്മാരായ രാജാവാണ് ദേശാധിപതികളായി അവരെ അപ്പോയിന്റ് ചെയ്തത്. ദേശത്തിൻ്റെ അധിപതികളായി സ്ഥാനം കൊടുത്ത നിന്റെ രാജകീയമായ ലെവലിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 വ്യക്തികൾ നിന്റെ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. അതാരാണെന്ന് ചോദിക്കുമ്പോൾ രാജാവിനോട് പറയുകയാണ്, ശദ്രക്, മേശക്, അബേദ്നെഗോ. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ഈ 3 വ്യക്തികൾ നീ വച്ച ബിംബത്തെ നമസ്കരിക്കുന്നില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, ഏത് പ്രതിസന്ധിക്കകത്താണെങ്കിൽ, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, ജീവിതത്തിൻ്റെ മുന്നിൽ വെളിപ്പെട്ടാൽ, നമ്മുടെ ജീവൻ അർപ്പിക്കേണ്ടി വന്നാൽ ദൈവത്തെ വിട്ടുപോകരുത് കേട്ടോ. ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോകരുത്, ദൈവിക കൽപ്പന വിട്ടുപോകരുത്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ 5G യുഗത്തിനകത്ത് ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽക്കാലം നാം കാണുന്ന മണ്ഡലത്തിലല്ല പ്രിയരെ, എത്രയോ ഭക്തന്മാർ മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടും ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്നു പോകാതെ, ദൈവിക പ്രമാണത്തിൽ നിന്ന് അകന്നു പോകാതെ അവരുടെ സ്വന്തം ജീവനേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രതിസന്ധികൾ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിസന്ധി ഇല്ലെന്നല്ല, മാനുഷികമായ പ്രതിസന്ധികൾ ഇല്ലെന്നല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ക്രൈസ്തവരെന്ന നിലയ്ക്ക് പെർസിക്യൂഷനുകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം ഏതെല്ലാം കാലഘട്ടങ്ങൾ മാറിയാൽ, ഏതെല്ലാം സാഹചര്യം മാറിയാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല, ദൈവിക വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരെല്ലാം മാറിയാലും ഇന്ന് പകൽക്കാലം നീ മാറരുത്. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, പാടിയും പ്രാർത്ഥിച്ചും ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവർ. പക്ഷേ ഒരു കോവിഡൊക്കെ എന്ന് വന്നപ്പോൾ, ഒരു കോവിഡിൻ്റെ അലകൾ ഇങ്ങനെയൊക്കെ വന്നങ്ങ് പോയപ്പോൾ അവരാരാധന മറന്നു, പാട്ട് മറന്നു, സഭ മറന്നു, കൂട്ടായ്മ മറന്നു. ഇന്ന് ആരാധനയ്ക്ക് പോകാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ. ഒരു ചെറിയൊരു കോവിഡ് വന്നപ്പോൾ അവരൊരു തക്കമ്പാത്ത് വീട്ടിനകത്ത് പതിയിരിക്കുന്നവരായി മാറിയപ്പോൾ കണ്ടോ, 3 യൗവനക്കാർ, 3 ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, എന്തെന്നറിയാമോ, തല വയ്ക്കേണ്ടി വന്നിട്ട് തല പോകുമെന്ന് ഉറപ്പായിട്ട് ദൈവം വച്ച വ്യവസ്ഥ വിട്ടുമാറിയില്ല. ഇന്ന് പകൽ കരമുയർത്തിപ്പറ, എന്തെല്ലാം പ്രതിസന്ധി വന്നാൽ ഈ ദൈവത്തെ വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ, ഒന്ന് സ്നേഹം അഭിനയിച്ച് കാണിക്കുമ്പോൾ, ഒന്ന് ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിച്ച എത്രയോ തലമുറകൾ ദൈവിക പ്രമാണം വിട്ടുപോകുന്നു, ദൈവിക വ്യവസ്ഥകൾ വിട്ടുപോകുന്നു, ദൈവിക കൽപ്പനകൾ വിട്ടുപോകുന്നു.
അതിൻ്റെ നടുവിലാണ് ഈ വചനത്തിന് ആഴമേറിയൊരു ആത്മതലമുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം യൗവനക്കാരായ നിങ്ങളോട് ആത്മാനിറവിൽ ഞാൻ പറയാം, 3 ബാലന്മാർ മരിക്കേണ്ടി വന്നിട്ട് പോലും, മരണം മുഖാമുഖമായി കാണേണ്ടി വന്നിട്ട് പോലും ദൈവിക പ്രമാണം വിട്ടുമാറിയില്ല. ഇന്ന് പകൽക്കാലം ഈ ലോകം കൊണ്ട് തീരുന്നൊരു ജീവിതത്തിനല്ല ദൈവം വിളിച്ചത്. ഇതിനപ്പുറം ദൈവം വച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കിടക്കട്ടെ പ്രിയരെ. ഇന്ന് പകൽക്കാലം ശദ്രക് മേശക് അബേദ്നെഗോ ബിംബത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്നില്ല. ഈ അറിവ് നെബൂഖദ്നേസറിന് കിട്ടി. നെബൂഖദ്നേസർ അവരെ വിളിച്ചു വരുത്തി. അവസാനത്തെ വാണിങ് രാജാവ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളയ്ക്കകത്തിടാം. എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ എരിയുന്ന തീച്ചൂളയ്ക്കകത്തിടും. ഇത് കേൾക്കാൻ എളുപ്പമാണ് കേട്ടോ, കൈയടിക്കാൻ എളുപ്പമാണ്, പാടാൻ എന്ത് നല്ല എളുപ്പമാണ്. താളത്തിലൊക്കെ ഒന്ന് ഋതമിട്ട് കഴിഞ്ഞാൽ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനെന്ന് പാടാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ബാലന്മാരുടെ മുൻപിൽ മരണം മുൻപിൽ നിൽക്കുമ്പോൾ, തീകുണ്ടം കത്തിച്ച് അതിൻ്റെ തീനാളങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഈ ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എറിയുന്ന തീയിലിടും. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ എപ്പോഴും പറയാറുണ്ട്, കഷ്ടത പ്രസംഗിക്കാൻ എളുപ്പമാണ്, കഷ്ടത കേട്ടിരിക്കാൻ എളുപ്പമാണ്, കഷ്ടത പാടാൻ എളുപ്പമാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? കഷ്ടത പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. കഷ്ടത അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം 100 കണക്കിന് ഫോണുകൾ എനിക്ക് ദിനവും വരാറുണ്ട്. പക്ഷെ ഇതിനകത്തെടുക്കുമ്പോഴല്ല ചങ്കുപൊട്ടി കരയുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഓരോ കോളുകൾക്കകത്തും കാണാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം പ്രിയരെ, ഞാനിങ്ങനെ പറയാം, നിന്റെ കഷ്ടത കേട്ടിരിക്കുന്നവർക്ക് നിസ്സാരമായിരിക്കുക, നിന്റെ കഷ്ടത കണ്ടിരിക്കുന്നവർക്ക് നിസ്സാരമായിരിക്കുക, കഷ്ടത പറയുന്നവർക്ക് അത് നിസ്സാരമായിരിക്കുക, അനുഭവിക്കുന്ന നിനക്കത് നിസ്സാരമല്ല. ഇന്ന് പകൽക്കാലം കഷ്ടതയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം കേട്ടിരിക്കുന്നൊരു ദൈവത്തെയല്ല ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്, കണ്ടിരിക്കുന്നൊരു ദൈവത്തെയല്ല ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്ന, ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, ഇറങ്ങി വന്ന് നിനക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. പറഞ്ഞ എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയും? ഇന്ന് പകൽ അധികകാലം കഷ്ടതയ്ക്ക് നിന്നെ ഒതുക്കാൻ കഴിയില്ല, അധികകാലം ശത്രു ഒരുക്കുന്ന തീക്കുണ്ടങ്ങൾക്ക് നിന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല, അധികകാലം നിന്നെ ഇന്ന് പകൽക്കാലം ഒതുക്കി നിർത്താൻ കഴിയില്ല. ഈ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു സീസൺ ഉണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഈ വചനം ധ്യാനിച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ കഷ്ടതയുടെ മടിവിൽ ഇറങ്ങി വരാൻ ആരുമില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. എന്നോട് ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്, കുഞ്ഞേ, കഷ്ടത കേൾക്കാനേ മനുഷ്യനുള്ളൂ, കഷ്ടത കണ്ടു നിൽക്കാനേ മനുഷ്യർക്ക് കഴിയത്തുള്ളൂ. നീ ഭൂമിയിൽ ആശ്രയിക്കുന്ന സകല മനുഷ്യർക്ക് നിന്റെ വേദന കേട്ടിരിക്കാനേ കഴിയത്തുള്ളൂ, നിന്റെ വേദന കണ്ടിരിക്കാനേ കഴിയത്തുള്ളൂ. ഒരു നല്ല വാക്ക് പറയാനേ അവരെ കൊണ്ട് സാധിക്കത്തുള്ളൂ. അതിന് മറുപടി തരാൻ ആർക്കും കഴിയത്തില്ല. ആ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരാ ആർക്കും കഴിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിന്റെ കഷ്ടതയ്ക്കകത്ത് നീ കണ്ണുനീരോടെ കരഞ്ഞപ്പോ എത്രയോ പേർ നിന്റെ അടുക്കൽ വന്നിരുന്ന് കഷ്ടത കേട്ടല്ലേ, നിന്റെ വേദന കേട്ടല്ലേ, നിന്റെ രോഗാവസ്ഥയിൽ എത്രയോ പേർ നിന്റെ വേദനാജനകമായ അവസ്ഥയ്ക്കകത്ത് വന്നിരുന്നു അല്ലേ. അവർക്കാർക്കെങ്കിലും നിന്റെ വേദനയ്ക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അവർക്കാർക്കെങ്കിലും നിന്റെ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന ദൈവം അവൻ കഷ്ടത കണ്ടിരിക്കുന്നവനല്ല, അവൻ കഷ്ടത കേട്ടിരിക്കുന്നവനല്ല, അവൻ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൻ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവമാണ്. ഞാൻ ആത്മനിറവിൽ ഇങ്ങനെ ഒരു ദൂത് നേരത്തെ പറഞ്ഞങ്ങോട്ട് പോകാം. എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ കയറിയില്ല, പക്ഷേ ആ ദൂത് ഞാൻ നേരത്തെ അങ്ങ് തൊട്ടുപോകുകയാണ്. ദൈവാത്മാവ് ഹേമിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം കേട്ട് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമിനെ എരിയുന്ന തീ ചൂളയ്ക്കകത്തെടുത്തെറിഞ്ഞു. 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ചു. എരിയുന്ന തീ ചൂളയ്ക്കകത്ത് എറിഞ്ഞിട്ട് ശത്രുക്കൾ അവൻ എന്തു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുമ്പോ, അവൻ എന്തു ഭവിക്കുമെന്ന് ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോ കാണുന്ന കാഴ്ച ആ വേദനയുടെ നടുവിൽ കണ്ടു നിൽക്കുന്നൊരു ദൈവത്തെയല്ല, ആ വേദനയ്ക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവത്തെ. 2026 നിന്റെ ജീവിതത്തിൽ എന്ത് ഭവിക്കുമെന്ന് ദേശം നോക്കി നിൽക്കുമ്പോ, നിന്നെ തകർത്ത് കളയാൻ പദ്ധതിയിട്ടവർ നോക്കി നിൽക്കുമ്പോ, ആത്മനിറവിൽ പറയാൻ കുഞ്ഞേ, എന്റെ ദൈവം നിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് എന്റെ ദൈവത്തിന് മല്ലയാരാമന കൊടുക്കണം. കണ്ടു നിൽക്കുന്നൊരു ദൈവത്തെയല്ല, നോക്കി നിൽക്കുന്നൊരു ദൈവത്തെയല്ല, അവന്റെ മടവിൽ ഇറങ്ങി വരാൻ കഴിയുന്നത്. ആർക്കാ തീ ചൂളയ്ക്കകത്ത് ഇറങ്ങാൻ കഴിയുന്നത്? ആർക്കാ തീ ചൂളയ്ക്കകത്ത് കടന്നു വന്ന് നിന്നെ സഹായിക്കാൻ കഴിയുന്നത്? ഉലകത്തിലൊരു വ്യക്തിക്കും സഹായിക്കാൻ കഴിയാത്ത ഇടത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം ഈ പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായി ദൈവത്തെ കരമടിച്ചു സ്തുതിക്കണം. ലൈവിലൂടെ എന്നെ ശ്രവിക്കുന്നവർ ഈ പകൽ ആ ദൂത് അതുപോലെ വിശ്വസിക്കണം. നിന്റെ കഷ്ടതയുടെ മടിവിൽ ഇറങ്ങി വരുന്നൊരു ആഹ്വാനമുണ്ട്. പ്രിയരെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവരോട് പറഞ്ഞു, ബിംബത്തെ നമസ്കരിക്കണം, ആ ബിംബത്തെ നമസ്കരിക്കണം. അവർ രാജാവിനോട് പറഞ്ഞ മറുപടി, രാജാവേ, നീ വച്ച ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കില്ല. എരിയുന്ന തീച്ചുളയിൽ ഞങ്ങൾ വീഴേണ്ടി വന്നാലും. അടുത്ത പദമാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലേലും. വിശ്വസിക്കാമോ? വിടിവിച്ചാലും ഇല്ലേലും. ശത്രു നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി ഇടുന്നതേ ദൈവത്തെ ഒന്ന് തള്ളിപ്പറയാനാ. വല്ലം പിടി കിട്ടിയോ? ശത്രു നിന്റെ മുൻപിൽ പ്രതികൂലം കൊണ്ടിടുന്നതേ ഈ ദൈവത്തെ ഒന്ന് തള്ളിപ്പറയാനാ. ഈ ദൈവത്തെ ഒന്ന് തള്ളിപ്പറയുന്ന ഒരു പദം നിന്റെ നാവിൽ നിന്ന് വരാനാ. അവിശ്വാസത്തിന്റെ ഒരു വാക്ക് നിന്റെ മാവിൽ നിന്ന് വരാനാ. ഇയ്യോബിനെ ദൃഷ്ടി വെച്ച് കേട്ടോ, ഇയ്യോബിനെ ദൃഷ്ടി വെച്ച് കേട്ടോ. ദൈവം വേലി പൊളിച്ചു കൊടുത്തപ്പോ അവനുണ്ടായിരുന്നതെല്ലാം ശത്രു കൊണ്ടുപോയി. അവനുണ്ടായിരുന്നതെല്ലാം ഓരോന്നായി 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 അവൻ ശത്രു കൊണ്ടുപോയിട്ട് തന്റെ നാവിൽ നിന്ന് ദൈവത്തെ തള്ളിപ്പറയുന്നൊരു വാക്ക് പുറത്തു വന്നില്ല. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിന്റെ പ്രമാണത്തെ വിട്ട് ദൈവത്തെ മറന്നു പോകുന്നൊരു വാക്ക് ഭക്തന്റെ നാവിൽ നിന്ന് പുറത്തു വരാതിരുന്നപ്പോ ശത്രു ചെയ്തത് കേൾക്കണമോ? തന്റെ ഭാര്യയുടെ ഹൃദയത്തിനകത്ത് ശത്രു കയറിയിട്ട് ഭാര്യയുടെ മാവിലൂടെ ഇയ്യോബിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഇനിയും നീ എന്തിനാ ഇന്റെ ഭക്തിയെ മുറുകെ പിടിക്കുന്നത്? എന്താ ഭക്തി? ദൈവത്തോടുള്ള എന്താണ് ഭക്തി? ദൈവത്തോടുള്ള വിശ്വാസം തന്നെയാണ് ഭക്തി എന്ന് ചോദിച്ചാൽ, ഇനിയും നിന്റെ ഭക്തി എന്തിനാ മുറുകെ പിടിക്കുന്നെന്ന് ഇയ്യോബിന്റെ ഭാര്യ ചോദിച്ചതിനർത്ഥം ഇനിയും നിന്റെ ദൈവത്തോടുള്ള വിശ്വാസം, നിന്റെ ദൈവത്തോടുള്ള വിശ്വാസം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞു കേട്ടോ, ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും, വിടിവിച്ചാലും ഇല്ലെങ്കിലും അർത്ഥം ദൈവത്തോടുള്ള വിശ്വാസം ഞങ്ങൾ ഒരു നാളും വിട്ടുകൊടുക്ക. ദൈവത്തോടുള്ള വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുക ഞങ്ങൾ ഒരു നാളും
തയ്യാറല്ല. ഇന്ന് പകൽ തൻ്റെ ഇടമുണ്ടോ ഈ തലമുറയിൽ പറയാ, തൻ്റെ ഇടത്തോട് ഈ തലമുറയിൽ നിൽക്കാം. എൻ്റെ ദൈവത്തോടുള്ള ഭക്തിയെ വിട്ട്, ദൈവത്തോടുള്ള ഭക്തിയെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ഓ റമണ ഹടക ധാര 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 ശബരദല ഘടക. പ്രിയരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ പോലെയാണോ? നിങ്ങൾ ഈ ഔവിനെ പോലെയാണോ? അതോ ആമേൻ അധ്വാനിച്ച് വേട്ടയാടി തിരിച്ചു വരുമ്പോൾ ഒരു ചുമന്ന പായസത്തിന് വേണ്ടി ഒരു ചുമന്ന പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അടിയറവ് വച്ച ഏശാവിനെ പോലെയാണോ? വല്ലം പിടികിട്ടിയോ? ഈ തലമുറയിൽ ഒത്തിരി ഏശാവുമാരുണ്ട് കേട്ടോ. ദൈവത്തോടുള്ള ഭക്തിയെ ചെറിയ നന്മയ്ക്ക് വേണ്ടി, ചെറിയ ആശ്വാസത്തിന് വേണ്ടി, ചെറിയ വിടുതലിന് വേണ്ടി ദൈവത്തെ ഒന്ന് തള്ളിപ്പറയുന്നത്, രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുന്ന ഒത്തിരി ഏശാവുമാരുണ്ട് കേട്ടോ. അതിൻ്റെ നടുവില് ഇന്ന് പകൽ ഭക്തന്മാരായി നിൽക്കാം. പ്രിയരെ, വചനം പറയുന്നു, യോബിന്റെ ഭാര്യ യോബിനോട് പറയുക, നിന്റെ ഭക്തി നീ എന്തിനാ മുറുകെ പിടിച്ചിരിക്കുന്നേ? നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് പോയി ചത്തുകൂടെയോ? യോബ് പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ എന്തിനാ പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്? ദൈവം തന്നതല്ലയോ ദൈവം തിരിച്ചെടുത്തത്? ദൈവം തന്നു, ദൈവമെടുത്തു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടെ ശത്രു തകർന്നു കേട്ടോ, അവിടെ ശത്രു തകർന്നു കേട്ടോ. ഇന്ന് പകൽ കഷ്ടത കൊണ്ടിടുമ്പോൾ ദൈവത്തിനെതിരെ സംസാരിക്കരുത്, ദൈവത്തിനെതിരെ ശബ്ദിക്കരുത്, ദൈവിക പദ്ധതിക്കെതിരെ നാവ് ചലിപ്പിക്കരുത്. ഇന്ന് പകൽ അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. അതിൻ്റെ നടുവിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. കഷ്ടമെന്ന് നിനക്ക് തോന്നും, പക്ഷേ ഈ കഷ്ടത തകർക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ഒരു ഭക്തൻ കണ്ടോ പ്രിയരെ, അതിൻ്റെ നടുവിലും ദൈവം തന്നു, ദൈവമെടുത്തു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ പറയാം, ശത്രു അവിടെ വച്ചവൻ്റെ തല താഴ്ത്തി അവൻ തിരിച്ചുപോയി. ഇവിടെ കണ്ടോ, ശദ്രക് മേശക് അബേദ്നെഗോ എരിയുന്ന തീച്ചൂളയുടെ മുൻപിൽ ആമേൻ അവരെ നിർത്തിയിട്ട് പറയുകയാണ്, ആമേ നിങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ തീച്ചൂളയ്ക്കകത്ത് ഇട്ടുകളയുമെന്ന് പറഞ്ഞതും ഓടി വന്ന് 2-3 പേർ രാജാവിനോട് പറയുകയാണ്, ഇത്രയും തീ പോരാ. ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ, നിനക്കെതിരെയുള്ള തീച്ചൂളകൾ വർദ്ധിക്കുമ്പോൾ, നിനക്കെതിരെ ശത്രു ഇടുന്ന പദ്ധതികൾ വർദ്ധിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ അർത്ഥം ദൈവത്തെ മറന്നുപോകാതെ ദൈവിക പ്രമാണത്തിനകത്ത് നിന്നാൽ, ചരിത്രം പറയുന്നു, വചനം പറയുന്നു, ശദ്രക് മേശക് അബേദ്നെഗോവിനെ കൈകാലുകൾ ബന്ധിച്ചു എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് കൊണ്ടുപോയി അവരെ എറിഞ്ഞു. വചനം പറയുന്നു, അവരെ എറിഞ്ഞവരെ ആ തീ നശിപ്പിച്ചു. അർത്ഥം നിനക്കെതിരെ പദ്ധതിയിട്ട അതേ പദ്ധതിയിൽ ശത്രുവിനെ തകർക്കുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. നിന്നെ വീട്ടിക്കളയാൻ കുടിച്ച കുഴിക്കകത്ത് നിന്നെ പിഴമേ പിടിച്ചു കെട്ടിയാൻ വേണ്ടി ഒരുക്കി വച്ച കയറിനകത്ത് അവരെ തന്നെ കെട്ടുന്ന, നിനക്കെതിരെ വിരിച്ച വലയ്ക്കകത്ത് ആ വ്യക്തികളെ തന്നെ കുരുക്കുന്നൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ കരമടിച്ചത് സ്വീകരിക്കണം. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതൊക്കെ വ്യക്തികൾക്കെതിരെ ഇട്ട പദ്ധതികളെ, ഏതൊക്കെ കുടുംബങ്ങളെ ലക്ഷ്യമിട്ട് എഴുതിയിട്ട പദ്ധതികൾ, ഏതൊക്കെ തലമുറകളെ ലക്ഷ്യമിട്ട്
Rabala hadaga thara 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 mana Shabala hadaga thara 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 Shadadaram thabala hadaga thara O Shabaratha Ramanatha Sharathala thara thara Rikamana തൊടുന്നു ചില ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ തലമുറകളെ കുരുക്ക, ശത്രു ഇട്ട പദ്ധതികൾ നിന്റെ കുടുംബത്തെ തകർക്ക, നിന്റെ സഭയെ മുച്ചൂട് മുടിക്ക, നിന്റെ ശുശ്രൂഷയെ തീർത്തുകളയ, നിന്റെ ഭാവിയെ ഒതുക്ക, നിന്റെ റിമാനബലഘടക ദുരാറികൾ ഖമനബലഘടക റാംബാരകൾ ഖമനബലഘടക ധൈര്യത്തോടെ പറ എല്ലാവരോട് കളിക്കുമ്പോൾ എന്നോട് കളിക്കരുത്, എല്ലാവരോട് പോരടിക്കുന്നത് പോലെ ഞങ്ങളോട് പോരടിക്കരുത്. ഈ പകൽ ഞങ്ങൾ പ്രമാണമുള്ളവരാണ്, ഞങ്ങളോട് കൂടെ ദൈവമുണ്ട്. സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളുടെ ദുർഗമാകുന്നു. രാമനധരകൾ ഖമനദലഘടക ശരാറുകൾ ഖമനദലഘടക വലിയൊരു ഡെലിവറൻസ് ഈ ഹാളിനകത്ത് മാത്രമല്ല, ഈ ലൈവിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നവിടമേ, കുടുംബങ്ങൾക്കകത്ത്, തലമുറകൾക്കകത്ത്. വിവിധ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നവിടമേ, ഈ നിമിഷം ദൈവശക്തി വ്യാപരിക്കട്ടെ. 2026 നിനക്കെതിരെ ഒരുക്കിയ ചില തീച്ചൂളകൾ നിഷ്ഫലമാകും. നിനക്കെതിരെ ഒരുക്കിയ തീച്ചൂളകൾ, തീക്കുണ്ടങ്ങൾ നിഷ്ഫലമാകുന്നു. Ramanadhara Sharabala Ragathara O Ribala Shekemanan Likamanadhara Dhara Dhara Mindagram Shekeri Koram Teregal Kama Moram Thuri Kamana Belagadaga Minda Kaigaligal Ketiavar Minda Kaigaligal Ketiavar Minati Kundatinagatu Kittigalayan നിന്നെ കൊണ്ടുപോയവർ പോലും ദഹിപ്പിച്ചു കളയും ഒരു ദൈവശക്തി. ഏത് വ്യക്തികൾ നിന്നെ തകർക്കാൻ ശ്രമിച്ചോ, ഏത് വ്യക്തികൾ അവന് വഴിവെട്ടിയോ, സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഒരു കെണിയിൽ അകപ്പെടുന്ന പക്ഷിയെ പോലെ എന്നെ കെണികൾ വച്ച് കുടുക്കാൻ ശ്രമിച്ച അതേ കെണികൾക്കകത്ത് ശത്രു വെട്ടിയ വാരിക്കുഴികൾ, ശത്രു ഒളിച്ചിരുന്ന് വെട്ടിയ പദ്ധതികൾ ഈ പകൽ അഭിനകത്ത് ആവർത്തന്നെ ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, എന്റെ കൂടെ ദൈവമുണ്ട്. ആ പദം ഒന്ന് പറഞ്ഞ്, എന്റെ കൂടെ ദൈവമുണ്ട്. ആമേൻ, എന്റെ കൂടെ ദൈവമുണ്ട്. ആമേൻ. ദൈവമുള്ളവനെ ബന്ധിക്കുന്നവൻ, ദൈവമുള്ളവന്റെ കൈകാലുകൾ കെട്ടുന്നവൻ, ദൈവമുള്ളവനെതിരെ തീക്കുണ്ടമൊരുക്കുന്നവർ, അവനെ കൊണ്ടിടാൻ ശ്രമിക്കുന്ന അതേ വ്യക്തികൾ അതേ തീ ദഹിപ്പിക്കുന്ന, അതേ തീ ദഹിപ്പിച്ചു കളയുന്നു, അതേ തീ ദഹിപ്പിച്ചു കളയുന്നു. ഫറവോനെ നിനക്കാളു മാറിപ്പോയി, ഫറവോനെ നിനക്കാളു മാറിപ്പോയി. നീ നൈലിനകത്ത് യഹൂദ ബാലന്മാരെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ്
കൊന്നുകളഞ്ഞ സീസണുകൾ കഴിഞ്ഞു കേട്ടോ. അതിനകത്തുനിന്നും വാക്തത്വമുള്ളവനെ ദൈവം പുറത്തെടുക്കും. എല്ലാവരെയും തകർക്കും പോലെ വാക്തത്വമുള്ളവനെ തകർക്കാൻ കഴിയില്ല. ഒരുവനെ എൻ്റെ ദൈവം നൈലിനകത്തുനിന്ന് വലിച്ചു കയറ്റു. ഇന്ന് പകൽ കേട്ടോ, ഫറവോൻ സകലതിനെയും നൈലിനകത്ത് മുക്കിക്കളഞ്ഞപ്പോ എൻ്റെ ദൈവം ചെയ്തത് കേൾക്കണമോ? ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിനകത്ത് മുക്കിക്കളഞ്ഞു. അവന്റെ രഥങ്ങളുടെ രഥചക്രങ്ങള് എൻ്റെ ദൈവം തെറ്റിച്ചു ചെങ്കടലിനകത്ത് മുക്കിയെങ്കിൽ ഇന്ന് പകൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ശത്രു ഇടുന്ന അതേ നാണയത്തിനകത്ത്, ശത്രു ഒരുക്കുന്ന അതേ പദ്ധതിക്കകത്ത് എൻ്റെ ദൈവത്തിന് അവൻ നീതിയുള്ളവനാണ്. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. അവൻ നീതിയുള്ളവനാണ്. അവൻ നീതിയുള്ളവനാണ്. ഈ ഫെബ്രുവരി 22-ന് ഈ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് എൻ്റെ ദൈവം നീതിയോട് ഇതിനകത്ത് ഇറങ്ങി വരികയാണ്. കൃപ കൃപ പ്രിയരേ, ഫറവോൻ യഹൂദ ബാലന്മാരെ, കുഞ്ഞുങ്ങളെ നൈലിനകത്ത് മുക്കി. എൻ്റെ ദൈവം ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി. ഹലോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ കൈകാലുകൾ ബന്ധിച്ചു, 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. അതിനകത്ത് കൊണ്ടിടാൻ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, നിന്നെ തൊട്ടവരൊന്നും നേരെ നിന്നിട്ടില്ല. ദൈവത്തിൻ്റെ സഭയെ തൊട്ടവരൊന്നും നേരെ നിന്നിട്ടില്ല. ദൈവത്തിനെതിരെ, ദൈവിക പദ്ധതിക്കെതിരെ ചലിച്ചവർക്കെതിരെയല്ല എൻ്റെ ദൈവം ചലിച്ചിട്ടുണ്ട്. ദൈവം ചലിച്ചിട്ടുണ്ട്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ സമ്മതപത്രം കയ്യിലേന്തി മഹാപുരോഹിതന്മാരുടെ മുദ്രയുമായി ഒരുവൻ ഇറങ്ങി വരുമ്പോ ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ശൗലേ, ശൗലേ, നീ എൻ്റെ സഭയെ ഉപദ്രവിക്കുന്നു എന്നല്ല, എൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്നത് എന്തെന്നല്ല. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഇന്ന് പകൽക്കാല എണ്ണത്തിൽ കുറവാണേല്, വലിയ പിടിപാടൊന്നുമില്ലേല്, വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ലേല്, നിനക്ക് പറയാ നിന്റെ പക്ഷത്തു നിൽക്കാൻ ആരുമില്ലെങ്കിൽ ഇന്ന് പകൽക്കാല ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ തൊടുന്നവർ ദൈവത്തെ തൊടുന്നത് പോലെയാ. ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന വചനം പറയുന്നത്. ഇന്ന് പകൽ വചനം പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. ശത്രു എന്നോട് എന്ത് ചെയ്യോ? ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? ദൈവം നിന്റെ പക്ഷത്തുണ്ട്. നീ പേടിക്കേണ്ട കുഞ്ഞ്. ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കെതിരെ 7 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്ക. നിനക്കെതിരെ പൊട്ടക്കിണർ സമ്മാനിക്കാൻ കഴിഞ്ഞേക്ക. നിന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് ഇടാൻ കഴിഞ്ഞേക്ക. ഒരുപക്ഷെ നിനക്കെതിരെ സിംഹക്കുഴി ഒരുക്കാൻ കഴിഞ്ഞേക്ക. പക്ഷെ ഇന്ന് പകൽ നീ ഭയപ്പെടേണ്ട. യഹോവ എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല. ശത്രു എന്നോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വചനം പറയുന്ന ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും നെബൂഖദ്നേസരോട് അതുപോലെ പറയുന്നേ. രാജാവേ, ഞങ്ങൾ നമസ്കരിക്കില്ല. ഞങ്ങളെ ദൈവം വിടുവിച്ചാലും ഇല്ലേലും നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഭയപ്പെടില്ല. ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഒന്നും നടക്കില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയാൻ കേട്ടോ, ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. നിനക്കെതിരെ ആയുധം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിനക്കെതിരെ ഒരുമിച്ച് തീ ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞേക്കാം.
നിനക്കെതിരെ തീയുടെ മടങ്ങ് 7 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. നിനക്കെതിരെ പൊട്ടക്കിണർ സമ്മാനിക്കാൻ കഴിഞ്ഞേക്കാം. നിനക്കെതിരെ കാരാഗ്രഹം സമ്മാനിക്കാൻ ശത്രുവിന് കഴിഞ്ഞേക്കാം. നിനക്കെതിരെ ജയിലറ സമ്മാനിക്കാൻ ശത്രുവിന് കഴിഞ്ഞേക്കാം. നിനക്കെതിരെ സിംഹത്തിൻ്റെ ഗുഹ സമ്മാനിക്കാൻ ദൈവത്തിന് ശത്രുവിന് കഴിഞ്ഞേക്കാം. പക്ഷെ അവിടെയൊന്നും നീ തകരില്ല, കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. അവിടെയൊന്നും തീരുന്നതല്ല കുഞ്ഞെ ദൈവം നിന്നെ വിളിച്ച വിളി. അവിടെയൊന്നും തീരുന്നതല്ല കുഞ്ഞെ ദൈവവും നീയുമായുള്ള ബന്ധം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യോസേഫേ, ശേഖേമിലെ പൊട്ടക്കിണറിനകത്തൊതുങ്ങുന്നതല്ല നിന്റെ ദർശനം. സഹോദരന്മാർ പറയൂ, ഈ ശേഖേമിലെ പൊട്ടക്കിണറിനകത്ത് നിന്റെ ദർശനം തീരുമടാ, നീ അവസാനിക്കുമടാ. നീ തീർന്നു, നീ അവസാനിച്ചു. എൻ്റെ ദൈവം പറയൂ, ശേഖേമിലെ പൊട്ടക്കിണറിനകത്ത് തീരുന്നതല്ല കുഞ്ഞ്. ഞാൻ നിന്നെ കൊണ്ട് കണ്ട ദർശനം അത് രാജസന്നിധിയിൽ രാജകീയ മോതിരം ധരിച്ച്, രാജകീയ മോതിരം ധരിച്ച്, രാജകീയ സിംഹാസനത്തിൽ രാജകീയ വസ്ത്രം ധരിച്ച് നിർത്തുന്നൊരു നാളുണ്ട്. അതുവരെ ഈ വാഗ്ദത്തം ചെയ്തവൻ പിന്നെ കാപ്പാൻ ശക്തനാണ്. ധൈര്യത്തോടെ പറയണം, ഇവിടെയൊന്നും കൊണ്ട് തീരില്ല, ഇവിടെയൊന്നും കൊണ്ട് അവസാനിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ആർക്കാ പ്രിയരെ കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരാൻ കഴിയുന്നത്? ഇന്ന് പകൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് വീണപ്പോൾ കർത്താവ് കണ്ടു നിന്നെന്നല്ല പറഞ്ഞത്, കർത്താവ് അവരുടെ നിലവിളി കേട്ടെന്നല്ല പറഞ്ഞത്. അല്ലോ, മോശയോട് പറഞ്ഞു, മോശെ, ഞാൻ അവരുടെ നിലവിളി, അവരുടെ കഷ്ടത കണ്ടു, അവിടെ നിലവിളി കേട്ടു, അവിടെ നിലവിളി കേട്ടു. ആമേൻ. നോഹയും അവൻ്റെ കൂടെയുള്ളവരും പെട്ടകത്തിനകത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നോഹയും അവന് കൂടെയുള്ളതിനെ ഞാൻ ഓർത്തു. ആമേ, അവരെ ഓർത്തു. എൻ്റെ ദൈവം ആമേ ഇസ്രായേൽ ജനത്തെ കണ്ടു. പക്ഷെ ഇവിടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ബാലന്മാർ എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് വീണപ്പോൾ ദൈവം ഓർത്തില്ല, ദൈവം കണ്ടില്ല. അവരെ എല്ലാ പ്രതിസന്ധിക്കകത്ത് അവൻ ഇറങ്ങി വന്നു. ഇന്ന് പകൽ ഓർക്കുന്ന സീസൺ അല്ല, കണ്ടു നിൽക്കുന്ന സീസൺ അല്ല, ഈ പകൽ ഇറങ്ങി വരുന്ന സീസണാ. ഈ പകൽ നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന സീസണാ. ഈ നിമിഷം ഇത് പ്രസംഗിക്കപ്പെടുമ്പോ നീ ഇരിക്കുന്ന ആശുപത്രി വരാമ്പയ്ക്കകത്ത് എന്റെ ദൈവം ഇറങ്ങി വരും കുഞ്ഞ്. നീ ഇരിക്കുന്ന വേദനയ്ക്കകത്ത് എന്റെ ദൈവം ഇറങ്ങി വരും കുഞ്ഞ്. നിന്റെ ഒറ്റപ്പെടലിനകത്ത് എന്റെ ദൈവം ഇറങ്ങി വരും. റിബാല ഹഡഗധര ബല ശഖാബര ഓ റിബാല ധാര ബല ഹഡഗധര ധമാന ധാര ബല ഹഡഗധേര ധാര ധാര അൽധമാന ധാര ധാര ധാര. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം, ഓർക്കുന്നൊരു ദൈവത്തെ അറിയാം, ആമയ്ക്ക് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തെ അറിയാം. ഞാൻ ഇന്ന് പകൽ പരിചയപ്പെടുത്തുന്നത് നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ്, ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ്. പ്രിയരെ, ഓർക്കാൻ മനുഷ്യനും കഴിയും കേട്ടോ. അല്ലോ, ഓർക്കാൻ മനുഷ്യനും കഴിയും, കാണാൻ മനുഷ്യനും കഴിയും. അല്ലോ ആമേൻ. ഓർക്കാൻ മനുഷ്യന് കഴിയുക, കാണാൻ മനുഷ്യനും കഴിയുക, സംസാരിക്കാൻ മനുഷ്യനും കഴിയും. പക്ഷെ ഇന്ന് പകൽ നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരാൻ ഒരു മനുഷ്യനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നതാ, കുഞ്ഞ്, നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വരാൻ ഒരു മനുഷ്യനും കഴിയില്ല. ഇവർക്കെല്ലാം മാറി നിന്ന് പറയാനേ പറ്റത്തുള്ളൂ. പാസ്റ്റർ ഭാരപ്പെടണ്ട, ഞാൻ കാണും. ഹലോ, ഞാൻ കാണും, ഞങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ മറന്നിട്ടില്ല. പക്ഷെ ഒരു വിഷയം വന്നാൽ ഇവരൊന്നും നമ്മുടെ അടുക്ക കാണില്ല. പക്ഷെ ഇന്ന് പകൽ ഞാനൊരു ദൈവത്തെ പരിചയപ്പെടുത്താം. ഇന്ന് പകൽ എരിയുന്ന തീച്ചുള 7 മടങ്ങ് വർദ്ധിച്ചപ്പോഴോ അതിൻ്റെ നടുവിൽ കണ്ടു നിന്നവനല്ല, അതിൻ്റെ നടുവിൽ അവരെ ഓർത്തവനല്ല, അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്നൊരു ദൈവം. ഇന്ന് പകൽ എത്ര വലിയ കഷ്ടത വന്നാൽ, ആരും സഹായിക്കാനില്ലാത്ത രാത്രികൾ വെളിപ്പെട്ടാൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദന നിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരാൻ കഴിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഒരു മനുഷ്യർക്കും ഇറങ്ങി വരാൻ കഴിയില്ല, ഒരു വ്യക്തികൾക്കും ഇറങ്ങി വരാൻ കഴിയില്ല, പക്ഷെ എൻ്റെ അപ്പന് ഇറങ്ങി വരാൻ കഴിയും. ഹല്ലേലൂയ. എരിയുന്ന തീച്ചുളയ്ക്കകത്ത് ഇറങ്ങി വന്നൊരു ദൈവം. ഞാനിങ്ങനെ പറയട്ടെ, തീച്ചുളയ്ക്കകത്ത് ഇറങ്ങി വരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ
നമ്മുടെ വിഷയം എത്ര നിസ്സാരമാണ്, നമ്മുടെ പ്രതിസന്ധി എത്ര നിസ്സാരമാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി എത്ര നിസ്സാരമാണ്. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിക്കുക, അപ്പാ എൻ്റെ വിഷയത്തിനകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണം, എൻ്റെ പ്രതിസന്ധിക്കകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണം, എൻ്റെ വേദനയ്ക്കകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണം. എൻ്റെ കർത്താവ് ഇറങ്ങി വന്നാലേ നീ കയറി വരുന്നത് ചരിത്രമായിട്ടായിരിക്കും. എൻ്റെ കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്നാലേ നീ പോയതുപോലെയല്ല. നീ തീച്ചുളയ്ക്കകത്ത് പോയപ്പോൾ നിന്ന കേട്ടാ പോയത്, അപമാനം കേട്ടാ പോയത്, ദൈവത്തിനെതിരെ ദൂഷണവാക്ക് കേട്ടാ പോയത്. പക്ഷെ വചനം പറയുന്നു, ആമേൻ, അവർ ഇറങ്ങിപ്പോയെടുത്ത് ആമേൻ നെബൂഖദ്നേസർ നോക്കി നിൽക്കുമ്പോൾ, ആമേൻ, മൂന്നാമനായിട്ടല്ല, 3 വ്യക്തികൾ മാത്രമല്ല, ആമേ ആ തീച്ചുളയ്ക്കകത്ത് 4ആമനായി ഒരുവൻ നടക്കുകയാണ്. നെബൂഖദ്നേസർ പരസ്പരം നോക്കിയിട്ട് പറയുന്നു, അയ്യോ ഇത് മനുഷ്യനല്ലല്ലോ. വചനം അങ്ങനെയാണ് പറയുന്നത്, ഇത് മനുഷ്യനല്ലല്ലോ, ഇത് ദൈവപുത്രനോട് സദൃശ്യനായ ഒരുവനല്ലയോ. അർത്ഥം, നിന്റെ കഷ്ടതയ്ക്കകത്ത് ദൈവം ഇറങ്ങിയ ലോകം പറയൂ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയെന്ന്. ആമേൻ. ദേശം പറയൂ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങിയെന്ന്. നിനക്കെതിരെ കഷ്ടത പദ്ധതിയിട്ടവർ പറയൂ ഇവന്റെ കൂടെ ദൈവം ഇറങ്ങി വന്നമ്മ. അതേ രാജാവ് പറയുക, ഇത് ദൈവപുത്രനോട് സദൃശ്യനായവനല്ലയോ. ഹല്ലേലൂയ. ഏത് നാവുകൊണ്ട് തീച്ചൂളയ്ക്കകത്തിടാൻ പറഞ്ഞു, അതേ നാവ് അവരോട് കയറി വരാൻ പറയുക. ഞാൻ ആത്മാവിലൊരു ദൂത് ഞാൻ പറയാം. ഏതു വ്യക്തികൾ നിന്നെ അവഗണിച്ചോ അതേ വ്യക്തികൾ നിന്നെ പരിഗണിക്കും. ഏത് വ്യക്തികൾ നിന്നെ മാറ്റി നിർത്തിയോ അതേ വ്യക്തികൾ നിന്നെ ചേർത്ത് നിർത്തും. ഏത് വ്യക്തികൾ നിന്റെ മുൻപിൽ വാതിലുകൾ അടച്ചോ അതേ വ്യക്തികളുടെ മുൻപിൽ എൻ്റെ ദൈവം 100,000 വാതിലുകൾ തുറക്കൂ. ഏത് ഭവനത്തുനിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കിയോ അതേ ഭവനത്തിനകത്ത് നിന്നെ രാജാവിനെ പോലെ മടക്കിക്കൊണ്ടുവന്ന് നിർത്തുന്നൊരു സീസൺ വെളിപ്പെടുക. ഏത് കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്താണോ നീ വേദന അനുഭവിച്ചത് അതേ ഇടത്ത് എൻ്റെ ദൈവം മാന്യതയുടെ വസ്ത്രം ധരിപ്പിച്ച് നിന്നെ ആദരിക്കാൻ പോകുന്നു, നിന്നെ മാനിക്കാൻ പോകുന്നു. ഏത് വ്യക്തികളാണോ നിന്നെ കഷ്ടതയിലേക്ക് തള്ളിവിട്ടത് അതേ വ്യക്തികൾ കണ്ടു നിൽക്കേ നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നു, നീ ഒരു അത്ഭുതമാകാൻ പോകുന്നു, നീ ഒരു അതിശയമാകാൻ പോകുന്നു. 2026 വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് അമ്മ കരമടിച്ചാരാവന കൊടുത്താട്ടെ. പ്രിയരെ, വിശ്വാസമുണ്ടോ? ഏതും നാവ് കൊണ്ട് എരിയുന്ന തീച്ചുളയ്ക്കകത്തിടാൻ പറഞ്ഞു, അതേ നാവ് ധൈര്യത്തോടെയല്ല, ഭയന്ന് വിറച്ച് വിറങ്ങലിച്ച് ശത്രുക്കിനോടും അബേദ്നെഗോവിനോടും മേശക്കിനോടും കയറി വരാൻ പറയുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയാൻ കേട്ടോ, എവിടെ നിന്നെ തകർക്കാൻ നോക്കിയോ അവിടെ നിനക്കൊരു മടങ്ങി വരവുണ്ട്. ഒരു പേപ്പർ കൊണ്ടൊരു പുസ്തകം തീരില്ല. ഒരു പേപ്പർ കൊണ്ട് തീരുന്നതല്ല ഒരു പുസ്തകം. ആ പേപ്പറിനപ്പുറം മറുപുറമുണ്ട്. ആ പേപ്പറിനപ്പുറം മറുപുറമുണ്ട്. ഒരു ചാപ്റ്റർ കൊണ്ട് തീരുന്നതല്ല പുസ്തകം. ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്തൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്നെ അനുഭവിക്കാൻ നിനക്കൊരു കാലമുണ്ടായിരുന്നെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാലം എൻ്റെ ദൈവം വച്ചിട്ടുണ്ട്. നിന്നെ ആമെ അപമാനിക്കപ്പെടാ ഒരു സീസൺ നിനക്കുണ്ടായിരുന്നെങ്കിൽ, മാന്യതയുടെ അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്. ആരെയൊക്കെ നോക്കി ആത്മാവ് പ്രവചിക്കുക, ഇതുവരെ കാണാത്തൊരു ചാപ്റ്റർ 2026 എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുതി തുറക്കുകയാണ്. എൻ്റെ ദൈവം എഴുതി തുടങ്ങുകയാണ്. ലോകം അതിശയിക്കത്തക്ക നിലവാരത്തിൽ, പട്ടണങ്ങൾ അതിശയിക്കത്തക്ക നിലവാരത്തിൽ നിന്റെ ഭവനക്കാർ, ചാർച്ചക്കാർ, വേശക്കാർ, അത്ഭുതം കൂറുമാറ് ഒരു ചില ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നൊരു ചാപ്റ്റർ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുതി തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം അത് തടുത്തു കളയാൻ ആർക്കും കഴിയില്ല.
ശദ്രക് മേശക് കയറി വരുമ്പോൾ അവരുടെ മുൻപിലുള്ള സ്ഥിതിയല്ല എൻ്റെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അവിടെ രാജാവ് ആദരിക്കാൻ തുടങ്ങി. ചില തീച്ചൂളകൾ പ്രതിസന്ധി ഇരട്ടിക്കുന്നത് ആദരവിൻ്റെ മുന്നോടിയാണ്. ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിന് നിന്നെ ആദരിക്കാനുണ്ട്. ചില വേദനകൾ വീട്ടിനകത്ത് ഒന്ന് മാറി വരുമ്പോൾ ഭാരപ്പെടരുത്. സീസൺ ചേഞ്ച് ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ചിന്താഗതിയാണ് ഒരു നല്ല കാര്യം വന്നാൽ അടുത്ത് നല്ല കാര്യം, ഒരു നല്ല കാര്യം വന്നാൽ അടുത്ത് നല്ല കാര്യം. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ സിസ്റ്റം അതല്ല. കൊയ്ത്തുകാലമാകുമ്പോൾ യോർദാൻ കരകവിയും. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ഒരപ്പം വർദ്ധിക്കണമെങ്കിൽ അത് നുറുങ്ങണം. നുറുങ്ങുന്നുണ്ടോ നീ വർദ്ധിക്കും. കരകവിഞ്ഞൊഴുകുന്നുണ്ടോ ഒരു കൊയ്ത്തുണ്ട്. അതുപോലെ ഇന്ന് പകൽ തീച്ചൂള വർദ്ധിക്കപ്പെടുന്നുണ്ടോ ദൈവത്തിൻ്റെ ആദരവ് വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പ്രവചിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടുമ്പോൾ നീ പോലും വ്യക്തികളോട് സുവിശേഷം പറയണ്ട. നിന്റെ ജീവിതത്തിനകത്ത് വന്ന മാറ്റം കണ്ടുപോലും അനേകർ ദൈവത്തെ അറിയും, അനേകർ ദൈവത്തിലേക്ക് അടുക്കും. നിന്റെ തലമുറയ്ക്ക് വന്ന മാറ്റം കണ്ട് അനേകർ ദൈവത്തെ അറിയും. നിന്റെ ജീവിതത്തിനകത്ത് വന്ന വ്യത്യാസം കണ്ട് അനേകർ ദൈവത്തെ അറിയും. ഹല്ലേലൂയ. Why it happened? എന്തുകൊണ്ട് സംഭവിച്ചു? അപ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു. ഈ പകൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഒരു മനുഷ്യനും ഇറങ്ങി വരാൻ കഴിയില്ല. ഒന്ന് ആമേ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്തൊന്ന് ഒറ്റപ്പെട്ടു നോക്കിയേ. ആമേ ആരും കാണില്ല കേട്ടോ. ഇന്ന് ചിരിച്ച് കാണിക്കുന്നവരും കൂടെ നിൽക്കാമെന്ന് പറയുന്നവരൊന്നും കാണില്ല. നീ ഒറ്റപ്പെടുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വെളിപ്പെടും. അതിനകത്തിറങ്ങി വരാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സഭ കൂടെ കാണുമെന്ന് പത്രോസിനറിയാം. പക്ഷെ പത്രോസ് ഇന്ന് കിടക്കുന്നത് സഭയ്ക്ക് കയറി ചെല്ലാൻ കഴിയാത്ത കാരാഗ്രഹത്തിനകത്താണ്. ആർക്ക് ചെല്ലാൻ കഴിയും? സഭയ്ക്ക് പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ എൻ്റെ ദൈവത്തിന് ഇറങ്ങി വരാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ദൂതനെ അയക്കാൻ കഴിയും. വല്ലം പിടി കിട്ടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നിനക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതികളില്ല. എൻ്റെ ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയും. അവനെങ്ങനെയും അത്ഭുതം ചെയ്യുന്നവനാണ്. ഇന്ന് പകൽ നിൻ്റെ സാഹചര്യമല്ല വിഷയം, നിൻ്റെ പ്രശ്നത്തിൻ്റെ വലിപ്പമല്ല വിഷയം. നീയും ദൈവമായുള്ള തീരുമാനമാണ് വിഷയം, നിൻ്റെ വിശ്വാസമാണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭക്തിയാണ് വിഷയം. അമ്മേ, നാമും ദൈവവുമായുള്ള ബന്ധത്തിലുള്ള നമ്മുടെ തീരുമാനമാണ് വിഷയം. ആടി ഉലയുന്ന ഒരു ആവണക്ക് പോലെയാണോ നമ്മുടെ ഭക്തി? ആമേൻ. അല്ലെങ്കിൽ ജോനയുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ പുഴു കുത്തിക്കളയുന്നത് പോലത്തെ ഒരു ആവണക്ക് പോലെയാണോ നമ്മുടെ ഭക്തി? ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഭക്തി ഉറച്ചതായിരിക്കട്ടെ. നമ്മുടെ ഭക്തി ആഴത്തിൽ വേരൂന്നിയതായി മാറട്ടെ. നമ്മുടെ ഭക്തിയുടെ വ്യാപ്തി വലുതാകട്ടെ. നാമും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വലുതാകട്ടെ. അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ എന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങി അടുക്കൽ വരും. നിങ്ങളുടെ ചെയറിൻ്റെ അടുക്കൽ അടുത്തൊരു വ്യക്തി ഇരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം നുറുങ്ങുമ്പോൾ ദൈവം അടുത്തു വരും. എന്തുകൊണ്ടെന്നറിയാമോ? നീയും ദൈവവുമായുള്ള ബന്ധം അടിയുറച്ചതാണ്, ആഴമുള്ളതാണ്. ദൈവവുമായുള്ള ബന്ധം ആർക്കും ഉലച്ച
പിടിച്ചു കളയാൻ കഴിയുന്നതല്ല. ഇന്ന് പകൽക്കാലം എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഈ ജീവൻ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടി വന്നാലും ഈ ദൈവത്തിൻ്റെ കൽപ്പന വിട്ടുപോകരുത്, ദൈവിക പ്രമാണം വിട്ടുപോകരുത്, ദൈവിക വ്യവസ്ഥ വിട്ടുപോകരുത്. എല്ലാ കണ്ണും ദൈവസ്ഥലം നടച്ചാൽ 1-2 പദങ്ങൾ ധ്യാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ സമയമില്ല. എല്ലാ കണ്ണും ദൈവസ്ഥലം അടയും.